കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനയിലേക്കും ഏവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി നമുക്ക് ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കാം. ആരാധന ആരംഭിക്കാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും ഞങ്ങളുടെ പരിപാലകനുമായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഒരു പരിശുദ്ധ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിലോട് ദാനമായി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പട്ടത്തെ ശുശ്രൂഷയെ പറ്റി ഞങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ രൂപാന്തരപ്പെടുത്തുവാനായി രൂപാന്തരപ്പെട്ടവർ എന്നുള്ള വിഷയം ഞങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഇന്ന് ഈ ആരാധനയിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തിയോടുകൂടി ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. അടിയങ്ങൾ ആരാധന ആരംഭിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ സ്ഥാനത്ത് ഉണ്ടായിരിക്കണം. യേശു മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഞാൻ കീർത്തനങ്ങളിൽ 23-ാമത്തെ പാട്ട് പാടാം. യേശുനാമം എത്ര ഇമ്പം കേൾപ്പാൻ വിശ്വസിക്കും. 23-ാം കീർത്തനം അതിന്റെ 1ഉം 2ഉം അവസാനത്തെ ചരണങ്ങൾ ചേർന്ന് പാടാം.
പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സർവ്വപിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾ പ്രയോജനകരമായി ചെയ്യുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം നമുക്ക് പാപമില്ലാതെ നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യതമില്ലാതെയായി നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി കൂട്ടി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമുക്കുള്ള മഹാപുരോഗതി നമ്മുടെ വ്യക്തികളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ തന്നെ പൂർണ്ണഹൃദയത്തോട് സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിപ്പിൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 95-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പുതുവാക്യമായിട്ട് വായിക്കും. 95 സങ്കീർത്തനം 1 മുതൽ 7 വരെ. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മറിഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കും ജനവും അവന്റെ കൈയിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഒന്നാം പാഠഭാഗമായി ഇപ്പോൾ വേദഭാഗം വായിക്കും. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ദൈവവചനത്തിൽ കേൾപ്പിക്കും. 1 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 13
സഖരിയാവിന്റെ പാട്ട് വാക്യമായിട്ട് വായിക്കാം. സഖരിയാവിന്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയക്കുന്ന എവിടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ വൈദ്യത്തിൽ നിന്ന് പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണത്തിലും ഒരിക്കലും പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠഭാഗമായി ഇപ്പോൾ വായിക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. യോഹന്നാൻ 21-ന്റെ 15 മുതൽ 19 വരെ. അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കാൻ എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സർവ്വവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കാം. ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ ആരെക്കെട്ടി ഇഷ്ടമുള്ള എടുത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരക്കെട്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കാൻ അവനോട് പറഞ്ഞു. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ജ്ഞാനകീർത്തനം 72 പാഠം. 72-ാം കീർത്തനത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം. പൂവിൽ നിന്നും നിങ്ങൾ പോയി ഘോഷിച്ചിരുന്നു. Oh
ചിന്തകളും അങ്ങേറ്റം പ്രസാദമായിരിക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പരിശുദ്ധ ദിവസം കൂടി പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ദാനമായി തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ജാഗ്രത കുറയ്ക്കരുത്, പ്രാർത്ഥന ചുരുക്കരുത്. നമുക്കൊരുമിച്ച് ദൈവശ്രദ്ധയിൽ അല്പസമയം വചനത്തിന് മുമ്പിൽ ചിലവഴിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം 2020 ജൂലൈ 26 ചിന്തിക്കുവാൻ തന്നിരിക്കുന്ന വിഷയം അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദഭാഗങ്ങളും ചിന്തകളുമാണ്. ഇന്നത്തെ വിഷയം പട്ടത്ത ശുശ്രൂഷ, രൂപാന്തരപ്പെടുത്തുവാനായി രൂപാന്തരപ്പെട്ടവർ, ജനങ്ങളെ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ രൂപാന്തരപ്പെട്ടവരായിട്ടുള്ള ചില ആളുകൾ ചെയ്യുന്ന ശുശ്രൂഷ, അതാണ് പട്ടത്ത ശുശ്രൂഷ. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇന്ന് രണ്ടാം പാഠഭാഗമായിട്ട് വായിച്ച വിശുദ്ധ യോഹന്നാൻ 21 അധ്യായത്തിന്റെ 17 വാക്യം. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു. ലോർഡ്, you know all things, you know that I love you. നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു. ഓർഡൈൻ മിനിസ്ട്രി, പട്ടത്ത ശുശ്രൂഷ. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവം കാലാകാലങ്ങളിൽ അനേകരെ തന്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവരെയൊക്കെ വിളിച്ചപ്പോൾ ദൈവം അവർക്ക് യാതൊരു യോഗ്യതകളോ ഒന്നും മാനദണ്ഡമാക്കിയില്ല. ദൈവത്തിന് തോന്നി നല്ലത് എന്ന് ദൈവം അവരെ വിളിച്ചു. പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ദൈവം മോശയോട് അരുളി ചെയ്യുന്നത്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു. ഇത് പറഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിന്റെ 6 വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ കാണുന്നത്, മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട മുഖം മൂടി. ഇന്ന് TV ചാനലുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ധാരാളം ആളുകൾ മുഖം മൂടി പോകുന്നത് കാണാൻ സാധിക്കും. അവരൊക്കെ കുറ്റവാളികളാണ്. എന്നാൽ ഇവിടെ മോശ മുഖം മൂടി, ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട മുഖം മൂടി. കാരണം നീതിസൂര്യനായ ദൈവത്തെ നോക്കുവാൻ എനിക്ക് എന്ത് യോഗ്യത? തന്റെ യോഗ്യതയും ദൈവത്തിന്റെ യോഗ്യതയും തമ്മിൽ മോശ ഒന്ന് വിലയിരുത്തിയപ്പോൾ മോശയ്ക്ക് ഇപ്രകാരം തോന്നിക്കാണും, നീതിസൂര്യനായ ദൈവത്തെ നോക്കുവാൻ താൻ അയോഗ്യനാണ്. എന്നാൽ ദൈവം, വലിയവനായ ദൈവം, മോശ തന്നിൽ കണ്ട അയോഗ്യത എന്ന മുഖം മൂടി അഴിച്ചു മാറ്റുന്നു. അല്ലെ? അഴിച്ചു മാറ്റുക. ദൈവം മോശയോട് പറയുന്നു, എന്റെ ജനത്തെ വിടുവിക്കുവാൻ നീ പോകാം. നമുക്ക് വിശുദ്ധ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, തനിക്ക് ഏറ്റവും പ്രിയമുള്ള, തന്നെ അറിയുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ ശിരസ വഹിച്ചുകൊണ്ട് മോശ പോവുകയാണ്. ഇസ്രായേലിന്റെ വിമോചകനായ മോശ ദൈവം പറഞ്ഞതനുസരിച്ചു കൊണ്ട് പോവുകയാണ്. ഇത് ദൈവം വിളിച്ച ഒരു ഭക്തനായ മനുഷ്യൻ മോശയുടെ ചരിത്രം ലഘുവായിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി പട്ടത്ത ശുശ്രൂഷ എന്താ? പുരോഹിതൻ, പ്രീസ്റ്റ്. എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവം മുമ്പിൽ നിൽക്കുന്നവൻ എന്നാ. ദൈവം മുമ്പിൽ നിൽക്കുന്നവൻ. മറ്റൊരർത്ഥമുണ്ട് ദൈവത്തിന്റെ അഭിഷിക്തൻ.
ജീവിക്കുന്ന ഹൈന്ദവ സ്നേഹിതരുണ്ട് ധാരാളം ആളുകൾ, പല ദേശങ്ങളിലും. അവരൊക്കെ ഞങ്ങളോട് പറയുന്നത്, അയ്യോ ഞങ്ങൾ അച്ഛനെ കാണുന്നത് ദൈവത്തെ പോലെയാണ്. കാരണം ഇതാണ് സങ്കല്പം. ദൈവം എന്ന് പറയുന്നത്, അച്ഛന്മാരെന്ന് പറയുന്നത്, പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അഭിഷിക്തനാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഇന്ന് വായിക്കേണ്ടിയിരുന്ന ഒന്നാം പാഠഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 9 വരെയാണ്. നമ്മളത് വായിച്ചില്ല. നമ്മളിന്ന് വായിച്ചത് ലേഖന ഭാഗവും സുവിശേഷ വേദഭാഗവുമാണ് വായിച്ചത്. എന്നാൽ ഇന്നത്തെ ഒന്നാം പാഠഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ഭാഗമാണ്. ഇവിടെ പട്ടത്തെ ശുശ്രൂഷ, പുരോഹിതന്മാരുടെ ശുശ്രൂഷ പ്രവാചക ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനത്തെ രൂപാന്തരപ്പെടുത്തുന്ന പ്രവാചക ദൗത്യമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളത് വായിച്ചു കൊള്ളണം. നമ്മൾ ദേവാലയത്തിൽ വായിച്ചില്ലെങ്കിൽ നിങ്ങളത് വായിക്കണം കേട്ടോ. ആരാധന കഴിയുമ്പോൾ ആ ഭാഗം വായിക്കണം, കൂടുതൽ മനസ്സിലാകും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 9 വരെ. 33-ന്റെ 7-ാം വാക്യത്തിൽ കാണുന്നത്, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനായി വെച്ചിരിക്കുന്നു. വാച്ച്മാൻ ഫോർ ദ നേഷൻ. വാച്ച്മാൻ, നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. എന്താണ് ദൈവജനത്തെ ഓർമ്മപ്പെടുത്തേണ്ടത്? പ്രവാചകനോട് പറയുക. 8-ാം വാക്യം 33-ന്റെ 8 യെഹെസ്കേൽ, ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ, going to die, നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ. ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, അത് ഞാൻ കുറെ കൂടെ ലളിതമായിട്ട് പറയാം. പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ നീ അവനെ ശരിയായ രീതിയിൽ ഉപദേശിക്കാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ, ദുഷ്ടൻ തന്റെ അകത്യ നിമിത്തം മരിക്കും. ദൈവത്തിന്റെ പ്രവാചകനോടുള്ള ശബ്ദം. വഴിതെറ്റി പോകുന്നവനെ നീ ഉപദേശിച്ചില്ല എങ്കിൽ ഈ ദുഷ്ടൻ ഈ അതിക്രമം നിമിത്തം മരിച്ചാൽ അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. കാരണം നിന്നെയാണ് ഞാൻ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. I will hold you responsible for his death. അവന്റെ മരണത്തിന് നീയാണ് കാരണക്കാരൻ. കാരണം നീ അവനെ ഉപദേശിക്കാത്തത് കൊണ്ട് അവൻ തന്റെ അകൃത്യത്തിൽ തന്നെ മരിച്ചു. അതുകൊണ്ട് നീ കുറ്റക്കാരനാണ്. ആര്? പ്രവാചകൻ. ഇന്നത്തെ കാലത്ത് ആര്? പുരോഹിതൻ. അതുകൊണ്ട് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ നീ അവരെ ഉപദേശിച്ചിട്ടും, വാക്യം ഇങ്ങനെയാണ്, ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ട് തിരിയാഞ്ഞാൽ അവൻ തന്റെ അകൃത്യം നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിക്കും. നീ ഉപദേശിച്ചിട്ടും അവനൊന്നും മനസ്സിലാക്കാതെ ഇരുന്നാൽ അവൻ അവന്റെ അകൃത്യത്താൽ മരിക്കും. നീയോ നിന്റെ പ്രാണന് ദോഷമൊന്നും വരുത്തില്ല. നീ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് കുറ്റം. നീ പറഞ്ഞിട്ടും അവൻ അനുസരിക്കാതെ അകൃത്യ നിമിത്തം അവൻ മരിച്ചാൽ, പ്രവാചക, ദൈവപൈതലേ, ഞാൻ നിന്നോട് ചോദിക്കില്ല. കാരണം നീ ഉപദേശിച്ചു, അവൻ അനുസരിച്ചില്ല. ഇതാണ് ഇന്നത്തെ പഴയ നിയമ ഭാഗത്തിന്റെ ചുരുക്കം. ഓൺലൈൻ മിനിസ്ട്രി, പട്ടത്തെ ശുശ്രൂഷ, ധൈര്യത്തോടെ വചനം പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി തരികയാണ് ഈ ഭാഗത്ത്. കാരണം ഇത് ദുഷ്ടനെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവനെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയാണ് പുരോഹിതന്റെ ശുശ്രൂഷ. 2-ാം പാഠഭാഗമായിട്ട് വായിച്ചത് വിശുദ്ധ യോഹന്നാൻ 21-15 മുതൽ 19 വരെയുള്ള ഭാഗമാണ്. 3 പ്രാവശ്യം യേശു ശിമോനോട് ചോദിക്കുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഡു യു ലവ് മീ? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. 3-ാമത്തെ ചോദ്യത്തിന് ശിമോന്റെ മറുപടി ദുഃഖത്തോടു കൂടിയായിരുന്നു. യോഹന്നാൻ 21-17 കാണുമ്പോൾ, 3-ാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ച്, കർത്താവേ, നീ സകലവും അറിയുന്നു,
എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു. ലോർഡ്, you know all things. You know that I love you. ഓർക്കുക, 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ ശീമോൻ പത്രോസ് 3 പ്രാവശ്യം ക്രിസ്തുവിനോടുള്ള സ്നേഹം ഏറ്റുപറയുകയാണ്. ഓർക്കണം, 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ ശീമോൻ പത്രോസ് 3 പ്രാവശ്യം ക്രിസ്തുവിനോടുള്ള സ്നേഹം ഏറ്റുപറയുന്നു. മറ്റുള്ളവരെല്ലാം ഇടറിയാലും പത്രോസ് ശുശ്രൂഷയിൽ വിശ്വസ്തനായിരിക്കുമെന്ന് യേശു മനസ്സിലാക്കുക. എന്നെപ്പറ്റി, നിങ്ങളെ പറ്റിയുള്ള യേശുവിന്റെ മനസ്സിലാക്കൽ എന്താണ്? ഇവിടെ ദൈവം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. മറ്റുള്ളവരെല്ലാം ഇടറിയാലും പത്രോസ് ശുശ്രൂഷയിൽ വിശ്വസ്തനായിരിക്കുമെന്നുള്ള യേശുവിന്റെ ഒരു കാഴ്ചപ്പാട്. അതാ ഞാൻ ചോദിച്ചത്, നമ്മെ പറ്റിയുള്ള യേശുവിന്റെ സങ്കല്പം എന്താണ്? ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഇവരിൽ അധികമായി, മോർ ദാൻ ദീസ്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, യേശു പറഞ്ഞു, ഫീഡ് മൈ ഷീപ്പ്, എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ മേയ്ക്കുക. CSA സഭയെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ മിനിസ്ട്രി ഇടയ പരിപാലന ശുശ്രൂഷയാണ്. നമ്മൾ പറയുന്നത് വികാരി അച്ഛൻ എന്ന്, വികാരി, ഞങ്ങളുടെ വികാരി, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഞങ്ങളും അങ്ങനെ പറയും. പക്ഷെ പാസ്റ്ററൽ മിനിസ്ട്രി, എന്റെ നെയിം ബോർഡിൽ ഞാൻ എഴുതിയിരിക്കുന്നത് CSA പാസ്റ്റർ. നമ്മുടെ ശുശ്രൂഷ ഇടയ പരിപാലന ശുശ്രൂഷയാണ്, ആടുകളെ നയിക്കുന്ന ശുശ്രൂഷ, മുന്നിൽ നിന്ന് ആടുകളെ നയിക്കുന്ന ശുശ്രൂഷ, പാസ്റ്ററൽ മിനിസ്ട്രി. ഇത് പട്ടുമത്തയല്ല, ഇത് കല്ലും മുള്ളും നിറഞ്ഞതാണ്. ആർക്കും എപ്പോഴും എടുത്തിട്ട് ചവിട്ടാൻ പറ്റിയ ഒരു പാവം മൃഗം. അതാണ് പുരോഹിതന്റെ അവസ്ഥ. തന്റെ ആടുകളെ പരിപാലിക്കുന്ന പുരോഹിതൻ. ജോർജ് ഒന്നിന്റെ ഒരു പുസ്തകം, അതായത് ഹെവൻലി ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഡിഫിക്കൽട്ടീസ് ഓഫ് എ പാസ്റ്റർ, ഒരു പുരോഹിതന്റെ പ്രയാസങ്ങൾ, ഡിഫിക്കൽട്ടീസ്, ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് 25 കാര്യം പുരോഹിതൻ ഡിഫിക്കൽട്ടീസ് ഓഫ് എ പാസ്റ്റർ എന്നുള്ള ഖണ്ഡികയിൽ 25 കാര്യം പറഞ്ഞു. അതിലൊരു 10 എണ്ണം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രസംഗം കേൾക്കുമ്പോൾ അല്പം രസം കൂടിയാണ്. അച്ഛന്മാരെ പറ്റിയൊക്കെ പറയുമ്പോൾ കേൾക്കാൻ സുഖമല്ല നിങ്ങൾക്ക്. അതിനകത്ത് 10 എണ്ണം എങ്ങനെയാണ്? ഒന്ന്, അച്ഛൻ ചെറുപ്പമാണെങ്കിൽ അച്ഛന് പരിചയക്കുറവാണെന്ന് ജനങ്ങൾ പറയും. അച്ഛൻ മുടി നരച്ചതാണെങ്കിൽ, ഓ, ഈ അച്ഛനൊരു കിളവനാണെന്ന് പറയും. അച്ഛന് 5 or 6 പിള്ളേരുണ്ടെങ്കിൽ, ഓ, ഈ അച്ഛൻ ഒത്തിരി പിള്ളേരാണെന്ന് പറയും. അച്ഛന് പിള്ളേരില്ലെങ്കിൽ, പിള്ളേരില്ലാത്തൊരു മനുഷ്യൻ. അച്ഛന്റെ ഭാര്യ, കൊച്ചമ്മ ഒത്തിരി ആക്റ്റീവ് ആണെങ്കിൽ ഇത്തിരി ഓവറാണെന്ന് പറയും. ആക്റ്റീവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ ശുശ്രൂഷയിൽ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയും. അച്ഛൻ ധാരാളം വായിക്കുന്നയാളാണെങ്കിൽ പറയും അച്ഛന് വിസിറ്റ് കുറവാണ്. കൃത്യമായി വിസിറ്റ് ചെയ്താൽ പറയും അച്ഛൻ സോപ്പാണ്. കൂടുതൽ പ്രസംഗിച്ചാൽ പറയും പ്രസംഗം നീണ്ടുപോയി. കുറവാണെങ്കിൽ പറയും പ്രസംഗമൊന്നും ചെയ്യത്തില്ല, ഒരു മടിയനാണ്. നോട്ട്സ് എഴുതി പ്രസംഗിച്ചാൽ പ്രസംഗം ബോറാണെന്ന് പറയും. നോട്ട്സ് ഇല്ലാതെ പ്രസംഗിച്ചാൽ പ്രസംഗം കഴമ്പില്ല എന്ന് പറയും. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പ്രസംഗത്തിൽ ബൈബിളിൽ എന്ന് പറയും. പറഞ്ഞില്ലെങ്കിൽ പ്രസംഗം കട്ടിയാണെന്ന് പറയും. സത്യം തുറന്നു പറഞ്ഞാൽ അച്ഛൻ മർക്കടനാണെന്ന് പറയും. പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ ഒരു ഗ്രൂപ്പിന്റെ ആളാണെന്ന് പറയും. അച്ഛൻ പഴയ കാർ ഉപയോഗിച്ചാൽ പള്ളിക്കാർക്ക് നാണക്കേടാണ്. പുതിയ കാർ വാങ്ങിയാൽ അച്ഛൻ ജാടയാണെന്ന് പറയും. പള്ളിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പള്ളിയൊക്കെ മനോഹരമാക്കിയാൽ പണം പാഴാക്കുന്നെന്ന് പറയും. ചെയ്യാതിരുന്നാൽ പഴഞ്ചൻ അച്ഛൻ എന്ന് പറയും. 10 എണ്ണം ഞാൻ പറഞ്ഞു, 25 എണ്ണം ഉണ്ട്. 25 എണ്ണം വേണ്ടവർക്ക് എന്റെ അടുത്ത് വന്നാൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ എനിക്ക് തരാം. എന്നിട്ട് അവസാനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, എന്നാൽ അവൻ മരിച്ചാൽ, ഈ പുരോഹിതൻ
മുന്നോട്ട് പോകട്ടെ. ഇടയ പരിപാലന ശുശ്രൂഷയെ പറ്റി, അതിന്റെ മേഖലകളെ പറ്റി 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, വചനം പ്രസംഗിക്കുക, preach the word. പ്രസംഗിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം പരസ്യമായി ഘോഷിക്കുക, പരസ്യമായി ഘോഷിക്കുക എന്നാണ് പ്രസംഗിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. യേശുക്രിസ്തുവിന്റെ ഔദ്യോഗിക നാമമാണ് ഒരു പുരോഹിതൻ. പ്രസംഗത്തെ കുറിച്ച് പറയുന്നത് സാക്ഷാൽ പ്രസംഗം സജീവമാണ്, ശുഷ്കമല്ല. സാക്ഷാൽ പ്രസംഗം കാലികമാണ്, പഴഞ്ചനല്ല. അത് ദൈവത്താൽ ആരംഭിച്ചതാണ്, അത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല. പ്രസംഗം മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല, അത് ദൈവത്താൽ ആരംഭിച്ചതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ വചനം പ്രസംഗിക്കുമ്പോൾ വചനത്തോടുള്ള വിശ്വാസിയുടെ മനോഭാവം എന്തായിരിക്കണം? അപ്പോൾ അച്ഛനും പുരോഹിതനും വിശ്വാസികളോട് ചേരുമ്പോഴാണ് അവിടെ സഭ ആരാധന സജീവമാകുന്നത്. അപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ വിശ്വാസിയുടെ മനോഭാവം എന്തായിരിക്കണം? വിശ്വാസികൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, ഉപദേശം കേൾക്കുന്നതിൽ മുഴുകിയിരിക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം, അവർ പത്രോസിന്റെ പ്രസംഗം കൊണ്ട് മാനസാന്തരപ്പെട്ടവർ. അതാണ് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഉപദേശം കേൾക്കുന്നതിൽ മുഴുകിയിരിക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 2:42. രണ്ടാമത് പ്രസംഗത്തോടുള്ള ജനങ്ങളുടെ മനോഭാവം, വചനത്തെ അനുസരിക്കണം. റോമർ 6:17. മൂന്നാമത്, വചനം ഹൃദയത്തിൽ വസിക്കണം. കൊലോസ്യർ 3:16. വചനം ഹൃദയത്തിൽ വസിക്കണം. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അതാണ് കൊലോസ്യർ 3:16. എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല. 4, ഉപദേശത്തിൽ ഉറച്ചു നിൽക്കണം. കേൾക്കുന്ന വചനത്തിൽ ഉറച്ചു നിൽക്കണം. 1 തീമോഥെയോസ് 4:16. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. പുരോഹിതന്റെ ഒന്നാമത്തെ ഒരു ഉത്തരവാദിത്തമാണ് വചനം പ്രസംഗിക്കുക. രണ്ടാമത്, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. Be prepared in season and out of season. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. ഇത് വിശ്വാസികളോട് പറയാനുള്ളതാണ്. എന്റെ സമയം എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് അസമയത്തും സമയത്തും ഞാൻ ഒരുങ്ങി നിൽക്കണം. പുരോഹിതന്മാരോട് മാത്രമല്ല, വിശ്വാസികളോട് പറയുക, നാളെ എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇന്നലെ രാത്രി എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നു. ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ സന്ദേശം ഞാൻ അയക്കുന്നത്. രാവിലെ ഉണരുന്നെങ്കിൽ ഇത് സ്വീകരിച്ചു കൊള്ളുക. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കല്ലേ? ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ മെസ്സേജ് ഞാൻ അയക്കുന്നത്. രാവിലെ ഉണരുന്നെങ്കിൽ ഈ മെസ്സേജ് സ്വീകരിച്ചു കൊള്ളുക. ഗുഡ് മോർണിംഗ്. സമയത്തും അസമയത്തും ഒരു വിശ്വാസി ഒരുങ്ങിയിരിക്കണം. മൂന്നാമത്, ശാസിക്കുക. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ആദ്യം നമ്മൾ കണ്ടല്ലോ. തെറ്റിനെ കുറിച്ച് ബോധം വരുത്തുക പുരോഹിതന്റെ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. 4, തർജ്ജനം ചെയ്യുക, റിപ്രോച്ച്, ബോധ്യം നൽകുക. 5, പ്രബോധിപ്പിക്കുക, ഉപദേശിക്കുക, ജനങ്ങളെ ഉപദേശിക്കുക. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പ്രബോധനം, ശകാരിക്കേണ്ട സമയത്ത് ശകാരിക്കുക, കുറ്റപ്പെടുത്തേണ്ട സമയത്ത് കുറ്റപ്പെടുത്തുക, നല്ല കാര്യങ്ങൾ പറഞ്ഞ് നേർവഴിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് പുരോഹിതന്റെ ശുശ്രൂഷ. ഇതാണ് ഇടയ പരിപാലന ശുശ്രൂഷ. ഒരു പുരോഹിതന്റെ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ എങ്ങനെയാണ് അനുഗ്രഹപ്രദമായി തീരും? ജനങ്ങളുടെ പ്രതികരണം അനുകൂലമായിരിക്കണം. അച്ഛന്റെ ശുശ്രൂഷയ്ക്ക് മാർക്കിടുന്ന വിശ്വാസ സമൂഹമല്ല. ഓരോരുത്തരും അവരവരുടെ ആത്മീയതയ്ക്ക് മാർക്കിട്ടുകൊണ്ട് പുരോഹിതന്റെ ശുശ്രൂഷയിൽ പുരോഹിതന് തോള് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സഭയിലെ ശുശ്രൂഷ
ദുഃഖപൂർണ്ണമാകുന്നത്. പുരോഹിതന് തോൾ കൊടുത്തുകൊണ്ട് ഓരോ വിശ്വാസിയും മുന്നോട്ട് പോകുമ്പോഴാണ് എന്റെ സഭ, നമ്മുടെ സഭ ഈ ദേശത്തിന് ഒരു വിളക്കായി മാറുന്നത്. പുരോഹിതന്റെ ശുശ്രൂഷയ്ക്ക് തോൾ കൊടുത്തുകൊണ്ട് ഓരോ വിശ്വാസിയും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സഭ ഈ ദേശത്ത് മലമേലിരിക്കുന്ന ഒരു പട്ടണമായി തീരുന്നത്, തണ്ടിന്മേൽ കത്തിച്ച ഒരു വിളക്കായി തീരുന്നത്, ലോകത്തിന്റെ വെളിച്ചമായി തീരുന്നത്, ഭൂമിയുടെ ഉപ്പായി തീരുന്നത്. അതുകൊണ്ട് പാസ്റ്ററൽ മിനിസ്ട്രി, ഓർഡൈൻ മിനിസ്ട്രി, പുരോഹിത ശുശ്രൂഷ ജനങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായി, രൂപാന്തരത്തിന്റെ അനുഭവത്തിലൂടെ ഒരു പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ പുരോഹിതന്റെ ശുശ്രൂഷയ്ക്ക് തോട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സഭ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരണപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം എഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലും ശരീരത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തനങ്ങളും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് നിന്റെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിൽ നൽകാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാനായി ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണമുണ്ടായി ഞങ്ങളുടെയും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നാം ഒരുങ്ങുമ്പോൾ പട്ടത്തെ ശുശ്രൂഷ, ഓർഡൈൻ മിനിസ്ട്രി, പാസ്റ്ററൽ മിനിസ്ട്രി രൂപാന്തരപ്പെടുത്തുവാനായി രൂപാന്തരപ്പെട്ടവർ, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ നാമം, പുരോഹിത ശുശ്രൂഷ, പട്ടത്ത ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാകുക. പുരോഹിതനും ജനങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ
ഒരുമിച്ചിരിക്കുമ്പോഴാണ് ശുശ്രൂഷ അർത്ഥവത്താകുന്നത്. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് സഭ ലോകത്തിന്റെ വെളിച്ചമാകുന്നത്, സഭ ഭൂമിയുടെ ഉപ്പാകുന്നത്, സഭ തണ്ടിന്മേൽ കത്തിച്ച വിളക്കാകുന്നത്, സഭ മലമേലിരിക്കുന്ന പട്ടണം ആകുന്നത്. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമ്മെ ഇന്ന് കേൾപ്പിച്ച വചനത്തെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, പട്ടത്താ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിന്റെ അഭിഷേകത്തിന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. നമ്മുടെ ദേശത്തെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വലിയ പ്രതിസന്ധിയിലൂടെ ലോകം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ ലോകത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുവാൻ നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സമ്പന്ന രാജ്യങ്ങളെല്ലാം ഒരു വൈറസിന്റെ മേൽ പകച്ചു നിൽക്കുമ്പോൾ എല്ലാ ലോകരാഷ്ട്രങ്ങളെയും സമർപ്പിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കേരള സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം അധിവസിക്കുന്ന പന്മന പഞ്ചായത്തിനായി പ്രാർത്ഥിക്കാം. കരുതപ്പള്ളി ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജില്ല വളരെ പ്രശ്നകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, പ്രാർത്ഥിക്കാം. രാഷ്ട്ര നേതാക്കന്മാരെ, ആരോഗ്യ പ്രവർത്തകരെ, നിയമപാലകരെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. അനേകം ചെറുപ്പക്കാർ ഈ നാളുകൾ കഴിഞ്ഞ ആഴ്ചകൾ കണ്ടൊരു പ്രത്യേകതയാണ്. അനേകം ചെറുപ്പക്കാർ, രോഗലക്ഷണമില്ലാത്ത ചെറുപ്പക്കാർ മരിച്ചു വീഴുമ്പോൾ നാം ഭീതിയുടെ മക്കളാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്നും നനയട്ടെ. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കണ്ണുകളൊന്നും നനയട്ടെ. കോവിഡ് എന്ന മഹാമാരി ലോകത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ കർത്താവേ, മരണത്തിന് മേൽ അധികാരമുള്ള ദൈവം, കാറ്റിനെയും കടലിനെയും ശ്വാസിച്ച ദൈവം, 38 വർഷം കുളത്തിലെ കിടന്നവന് സൗഖ്യം കൊടുത്ത ദൈവം, 12 വർഷം രക്തസ്രാവമുള്ളവന് സൗഖ്യം കൊടുത്ത ദൈവം, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം, ദൈവമേ നീ ഈ ലോകത്തോട് ഇടപെടണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ സഭയിലുള്ള എല്ലാ സംഘടനകളെയും, നമ്മുടെ സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, അൽമായ സംഘടന, കൂട്ടായ്മ ഗ്രൂപ്പുകൾ, സ്ത്രീജന സഖ്യം, സഭയുടെ ആരാധനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഗായക സംഘം, നമ്മുടെ പ്രാർത്ഥന ഏരിയ പ്രാർത്ഥനകൾ, നമ്മുടെ ചർച്ച കമ്മിറ്റി, വിദൂരത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ഗൾഫിൽ നിന്നും കടന്നു വന്ന് മടങ്ങി പോകുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തവരുണ്ട്, ഉപരിപഠനാർത്ഥം വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത സമയത്ത് വിവാഹിതരായ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൂരസ്ഥലത്തായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയാസത്തിൽ കഴിയുന്നവരെയൊക്കെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന മണ്ണിൽ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം. നമ്മുടെ മഹായുടെ ഓർത്ത് പ്രാർത്ഥിക്കാം. മഹായുടെ അധ്യക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. CSA സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. CSI, CNA മോഡറേറ്റർമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഹോദരി സഭ, അർത്തമാ സഭയുടെ മെത്രാപ്പൊലീത്ത ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സഭകളെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം. മാവലിക്കര ജില്ലയിലാണല്ലോ നമ്മുടെ സഭ ഉൾപ്പെടുന്നത്. മാവലിക്കര ജില്ലയെ ഓർത്ത് പ്രാർത്ഥിക്കാം.
ജില്ലയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയമുള്ള സാഖ്യ മാത്യുവച്ചനെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ആരാധനയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ മാസത്തിന്റെ അവസാനത്തെ പരിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവം തന്ന സാഹചര്യത്തിനാണ് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ലോക സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ പലരും ഭവനങ്ങളിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ ദേവാലയങ്ങളായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ഞങ്ങളുടെ ദേവാലയത്തിലെ എല്ലാ വിശ്വാസ സമൂഹത്തെയും, ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളെയും, എല്ലാ ജനങ്ങളെയും ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. കാറ്റിനെയും കടലിനെയും ശാസിച്ച ഒരു ദൈവമുണ്ട്. മരണത്തെ കീഴടക്കിയ ഒരു ദൈവമുണ്ട്. ദൈവമേ, അവിടുന്ന് ലോകത്തിന്റെ പ്രയാസങ്ങളിൽ മനസ്സിലുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ധാരാളം വിഷയങ്ങൾ നിന്റെ സന്നിധിയിൽ വെച്ചു വരുന്നു. ആ വിഷയങ്ങൾക്ക് മേലെല്ലാം നീ മറുപടി നൽകി അനുഗ്രഹിക്കണം. അത് ഞങ്ങളുടെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഈ ആരാധന ജനങ്ങളുടെ അരികിലെത്തിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഞങ്ങളുടെ യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗായക സംഘ അംഗങ്ങളിൽ ചിലർ പ്രോട്ടോകോൾ അനുസരിച്ച് ദേവാലയത്തിൽ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ കടന്നു വന്നിട്ടുണ്ടല്ലോ. അവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. അവരങ്ങളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ഞങ്ങൾ സമർപ്പിക്കും. നിന്റെ സന്നിധിയിൽ വെച്ച എല്ലാ ആവശ്യങ്ങളും ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെ പിതാവേ, അയോഗ്യരാടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആത്മകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാബലിയും മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിയിൽ പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലന്ന് ചൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായപ്പെടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധികങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും ഓർത്തു കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരാജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ ശുശ്രൂഷ മൂലം കൃപ അരുളണമേ. അറിയിപ്പുകൾ. ഇന്നത്തെ ആരാധനയിൽ വിവിധ ദേശങ്ങളിൽ ഭവനങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കോവിഡ്-19 പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും
ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ജാഗ്രത കുറയരുത്, പ്രാർത്ഥന ചുരുക്കരുത്. ജാഗ്രത കുറയരുത്, പ്രാർത്ഥന ചുരുക്കരുത്. ഇന്നത്തെ ഈ ആരാധനയ്ക്ക് സാങ്കേതിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മൾ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ ആരാധനയിൽ സഹായിക്കുവാനായി ചില ഗായക സംഘ അംഗങ്ങളെ വിളിച്ചിട്ടുണ്ട്. അവർ കൃത്യസമയത്ത് കടന്നു വന്നു. ഗായക സംഘ അംഗങ്ങളോടും ഉള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ വേറെ കുറച്ച് ആളുകളായിരിക്കും കടന്നു വരിക. അത് കോർ മാസ്റ്റർ അതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സഭയിൽ മണ്ണിൽ പ്ലാവിളയിൽ ചാച്ചക്കുട്ടി യോഹന്നാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. സംസ്കാര ശുശ്രൂഷ വെള്ളിയാഴ്ച 2:30 ഭവനത്തിൽ ആരംഭിച്ച് 3 മണിക്ക് ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. മണ്ണിൽ പ്ലാവിളിയിലെ കുടുംബാംഗങ്ങൾ, ആ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വേദനയിൽ സഭയായി ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരേതിയുടെ ഭവനത്തിൽ വെച്ച്, അതായത് ശ്രീ വർഗീസ് ജോണിന്റെ ഭവനത്തിൽ വെച്ച് ഇന്ന് 4 മണിക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. 4 മണിക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കൂടുതൽ ആളുകൾക്ക് വരുവാൻ സാധിക്കില്ല. എനിക്കറിയാം, NTCS ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്ക് ധാരാളം ആളുകൾ വരുന്ന ഒരു സഭയാണ്. കൂട്ടായ്മകൾ വളരെ ശക്തമാണ്, പ്രാർത്ഥനകൾ വളരെ ശക്തമാണ്. എന്നാൽ നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിൽ കടന്നു വരാവൂ. കൂടുതലും ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്കായിരുന്നല്ലോ അതിൻ്റെ പ്രിഫറൻസ്. അതുകൊണ്ട് ഞാൻ പരസ്യം ചെയ്യുന്നുവെങ്കിലും കൂടുതൽ ആളുകൾ ഇതിനോട് സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കോവിഡിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ പ്രാർത്ഥന നടത്തുന്നതാണ്. സാമൂഹിക അകലം പാലിച്ച് ഒരു 20 പേരിൽ കൂടുതൽ വരുന്നത് പ്രയാസമാകും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് 4 മണിക്ക് ശ്രീ വർഗീസ് ജോണിന്റെ ഭവനത്തിൽ വെച്ചായിരിക്കും സ്മാരക ശുശ്രൂഷ നടക്കുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ പിറന്നാളും വിവാഹ വാർഷികവും വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് ഇനിയുമുള്ളത്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ആദ്യം പിറന്നാൾ കൊണ്ടാടുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ആയുസ്സിനെ ദീർഘമാക്കി തരുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, സംഭവബഹുലമായ ലോകത്തിൽ ഒരു വർഷം കൂടി നിന്റെ മക്കളെ അതിശയകരമായി വഴി നടത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിൽ അതിന്റെ 2ാം പകുതിയിൽ ഞങ്ങളുടെ ദേവാലയത്തിൽ ജന്മദിനം കൊണ്ടാടുന്നതിനുള്ള പ്രിയപ്പെട്ടവരായ റീനു പി ഡേവിഡ്, റീന വർഗീസ്, KC ഡാനിയൽ, തങ്കമ്മ ഡാനിയൽ, ആൻഡോ ഈപ്പൻ, സിസ്റ്റർ TK മേരിക്കുട്ടി, ഏലിയാമ്മ മിന്നി, ജിതിൻ K ഫിലിപ്പ്, ജോസഫ് ലൂക്കോസ്, ജസിന്ത ജോസഫ്, സി സൂസന്നാമ, സനു ജോൺ, ജോർജ് ജോൺ, ജിബി S ഡേവിഡ്, സോണ സജൻ, ടിൻസി തോമസ്, ആൽവിൻ ലൂക്ക് ഡാനിയൽ, ഡെയ്സി ഡേവിഡ്, ജോൺ ഡാനിയൽ, ആഷ്ലി റേച്ചൽ ജോൺ എന്നിവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം കൂടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നിന്റെ മക്കൾക്ക് അവിടുന്ന് ആയുസ് ദീർഘമാക്കി കൊടുത്തുവല്ലോ. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്തു കർത്താവേ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പച്ചയായ ഉൾപ്പുറങ്ങളിൽ ശാന്തമായ ജലത്തിനരികിൽ നയിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിന്റെ മക്കൾക്ക് വേണ്ടി സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ട്,
ചെറുപ്പക്കാരുണ്ട്, മധ്യവയസ്കരുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ കർത്താവേ. എല്ലാവരും ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്റെ സാന്നിധ്യം കൊണ്ട്, നിന്റെ നന്മ കൊണ്ട്, കരുണ കൊണ്ട് അതിന്റെ മക്കളെ നിറയ്ക്കണം കർത്താവേ. അതോടൊപ്പം ഞങ്ങളുടെ ദേവാലയത്തിൽ കുടുംബമായി ഒരു വർഷം കൂടി കാത്തു പരിപാലിച്ചു വിവാഹ വാർഷികം കൊണ്ടാടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ജോയി ഫിലിപ്പിനെയും കുടുംബത്തെയും, ടി കെ ജോണിനെയും കുടുംബത്തെയും, പൗലോസ് ശാമുവിനെയും കുടുംബത്തെയും, റോണി വർഗീസിനെയും കുടുംബത്തെയും, ജോസഫ് ജോർജിനെയും കുടുംബത്തെയും, സജീഷ് ശമുവിനെയും കുടുംബത്തെയും, ഡേവിഡ് ഡാനിയലിനെയും കുടുംബത്തെയും, ഫിലിപ്പ് ഉമ്മനെയും കുടുംബത്തെയും, സുജിത് ജോർജിനെയും കുടുംബത്തെയും, റൻസി പി ജോർജിനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ കീഴിൽ ആയിരിക്കാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കുന്നു. നിന്റെ മക്കൾക്ക് കുടുംബമായി കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമാണ് നന്ദിയോടെ സ്തോത്രം. തുടർന്നുള്ള നാളുകളിലും നിന്റെ മക്കളുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ ഒക്കെ അവിടുന്ന് മാനിക്കണം കർത്താവേ. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് ഭക്തനായ യോശുവ സാക്ഷ്യം പറയുമ്പോൾ, യോശുവയോട് ചേർന്ന് സാക്ഷ്യം പറയുവാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം. തുടർന്നുള്ള നാളുകളിലും അനുഗ്രഹിക്കണം. എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. യേശു മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളണമേ. ആമേൻ. ഈ മാസത്തിന്റെ 2ാം പകുതി പിറന്നാൾ വിവാഹ വാർഷികം കൊണ്ടാടുന്ന എല്ലാവർക്കും സഭയുടെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെയും ധാരാളമായി കാത്തു പരിപാലിക്കുന്നു. ക്രിസ്തീയ ഗീതം 157 അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം പാടുമ്പോൾ നമുക്ക് സ്തോത്ര കാഴ്ച എടുക്കാം. എന്റെ ജീവനാം യേശു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.
നമുക്ക് സമാധാനത്തോടെ